Dears, once again welcome back to Lovely Shouts. ഇന്ന് നമ്മൾ നോക്കുന്നത് +1 ഇംഗ്ലീഷിലെ 6th ചാപ്റ്റർ. നമുക്കറിയാം ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ വില എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയും പ്രധാനപ്പെട്ട പോയിന്റുകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. മാഗി, അതേപോലെ തന്നെ മിസ്സസ് ക്ലിഫോർഡ്, മിസ്റ്റർ ഗുപ്ത എന്നീ കഥാപാത്രങ്ങൾ, അതേപോലെ തന്നെ ഫ്രാങ്ക് എന്നീ കഥാപാത്രങ്ങൾക്ക് നമ്മൾ കണ്ടുവരുന്ന ഒരു ചാപ്റ്ററാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. നമുക്ക് സമ്മറിയിലേക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കടക്കാം. നോക്കാം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. പ്രഭാത് കുമാർ മുഖോപാധ്യായ് എഴുതിയ ഒരു സ്റ്റോറിയാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നത് പ്രഭാത് കുമാർ മുഖോപാധ്യായ് എഴുതിയ ഒരു സ്റ്റോറിയാണ്. ഷോർട്ട് സ്റ്റോറിയാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ സ്റ്റോറി. ദെൻ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഓഫ് ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്, ജോയ് ആൻഡ് സോറോ, എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റീസ്. ഈ സ്റ്റോറിയിൽ ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്, ജോയ് ആൻഡ് സോറോ, എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റിയാലിറ്റീസ്, പ്രതീക്ഷകൾ, യാഥാർത്ഥ്യങ്ങൾ, അതേപോലെ തന്നെ സന്തോഷം, ദുഃഖം, പിന്നെ പ്രതീക്ഷകൾ, വിശ്വാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഈ തീമുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്, മനോഹരമായ ഒരു സ്റ്റോറിയാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഇറ്റ് ഈസ് എ സ്റ്റോറി അബൌട്ട് എ ഗേൾ നെയ്മഡ് മാഗി ആൻഡ് ഹെർ മദർ മിസ്സിസ് ക്ലിഫോർഡ്. ദേ വേർ ഫ്രം പുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടർ മാഗിയാണ്. മാഗി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അതേപോലെ തന്നെ അവളുടെ മകളുണ്ട്, അവളുടെ അമ്മയുണ്ട് മിസ്സിസ് ക്ലിഫോർഡ്. അവർ പുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കുടുംബമായിരുന്നു, പാവപ്പെട്ട കുടുംബങ്ങളായിരുന്നു ഇവർ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഈസ് മാഗി. ഹെർ ഫുൾ നെയിം വാസ് ആലീസ് മാർഗ്രറ്റ് ക്ലിഫോർഡ്. അപ്പോൾ ഈ സ്റ്റോറിയുടെ സെൻട്രൽ ക്യാരക്ടർ മാഗിയാണ്, മെയിൻ ക്യാരക്ടർ മാഗിയാണ്. ഹെർ നെയിം, ഫുൾ നെയിം വാസ് ആലീസ് മാർഗ്രറ്റ് ക്ലിഫോർഡ്. ആലീസ് മാർഗ്രറ്റ് ക്ലിഫോർഡ് എന്നതായിരുന്നു അവളുടെ ഫുൾ നെയിം. മിസ്റ്റർ ഗുപ്ത വാസ് വർക്കിംഗ് ഇൻ ലണ്ടൻ. മിസ്റ്റർ ഗുപ്ത ലണ്ടനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതായത് നമ്മുടെ പ്രഭാത് കുമാർ മുഖോപാധ്യായ് അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് മിസ്റ്റർ ഗുപ്ത. മാഗിയും അവളുടെ അമ്മയൊക്കെ മിസ്റ്റർ ഗുപ്ത എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ റൈറ്ററും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ ലണ്ടനിലാണുള്ളത്. അവിടെയുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം നമ്മളോട് സ്റ്റോറി രൂപത്തിൽ പറഞ്ഞു തരുന്നത്. വൺ ഡേ മിസ്റ്റർ ഗുപ്ത മെറ്റ് മാഗി ഇൻ എ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലേക്ക് കിടക്കുകയാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. മിസ്റ്റർ ഗുപ്ത മാഗിയെ ലണ്ടനിലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും കണ്ടുമുട്ടി. അതായത് ഉച്ച സമയത്ത്, വിശക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയതാണ്, ഒരു ശനിയാഴ്ച ഉച്ച നേരത്ത്. അപ്പോൾ അവിടെ നിന്നും മാഗി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അദ്ദേഹം കണ്ടുമുട്ടുന്നു. വെൻ ഷീ ലുക്ക്ഡ് അറ്റ് ഹിം വിത്ത് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ റെസ്റ്റോറൻറ്റ്, ഹീ സർപ്രൈസ്ഡ് ആൻഡ് എൻക്വയർഡ് അബൌട്ട് ഹൂ ഷീ വാസ്. അങ്ങനെ ആ ഹോട്ടലിൽ നിന്നും മാഗി ഇദ്ദേഹത്തെ വളരെ ഇൻട്രസ്റ്റോടുകൂടി, സർപ്രൈസോടുകൂടി അങ്ങനെ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്താണ് മിസ്റ്റർ ഗുപ്ത അവളെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവളെപ്പറ്റി അവിടെയുള്ള ക്യാഷ്യറോട് അന്വേഷിക്കുകയാണ്, ആരാണ് ആ പെൺകുട്ടി എന്ന രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തി. ഷീ വാസ് വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. അപ്പോൾ തൊട്ടടുത്ത സ്റ്റോറിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യായിരിക്കാം എന്ന് അവിടെ നിന്ന് ക്യാഷ്യർ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിനൊടുവിൽ തൊട്ടടുത്ത ദിവസം സൺഡേ ആണ്, അന്വേഷിക്കാൻ പറ്റിയില്ല. അതേപോലെ തന്നെ തിങ്കളാഴ്ച വന്ന് അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്തിയില്ല. പിന്നെ നെക്സ്റ്റ് സാറ്റർഡേ വന്നിട്ടാണ് അദ്ദേഹം ആ ഹോട്ടലിൽ അതേ സമയത്ത് അതേ സീറ്റിൽ ആ പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവളുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ട് അവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഷി വാസ് വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. തൊട്ടടുത്തൊരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് സ്റ്റോറിൽ ടൈപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് മാഗി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഷി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹെർ ജോബ് ബിക്കോസ് ഇറ്റ് വാസ് മെക്കാനിക്കൽ. അവളുടെ ജോബിൽ സാറ്റിസ്ഫൈഡ് അല്ല, സംതൃപ്തയല്ല. കാരണം അവളുടെ ജോബ് ഒരു മെക്കാനിക്കൽ ജോബാണ്, യാന്ത്രികമായിട്ട് ചെയ്യുന്ന ജോബാണ്. അവൾക്ക് ഷീ വാണ്ടഡ് എ ജോബ് ഡൂയിങ് വിത്ത് ബ്രെയിൻ ലൈക്ക് ദ സെക്രട്ടറി. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ വർക്കാണ്, ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യുന്ന ജോലിയാണ്, ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലിയാണ്. അല്ലാതെ മെക്കാനിക്കൽ ജോബ് അവൾക്ക് ഇഷ്ടമല്ല. ലൈക്ക് ദ സെക്രട്ടറി, സെക്രട്ടറിയെപ്പോലെ ഒരു സെക്രട്ടറിയുടെ ജോബ് ബ്രെയിൻ ഉപയോഗിച്ചിട്ടുള്ള ജോലിയാണ്. അത്തരം ജോലിയാണ് അവൾക്ക് താല്പര്യം.
മാഗി ടുക്ക് മിസ്റ്റർ ഗുപ്ത ഹെർ ഹോം ടു സീ ഹെർ മദർ. അങ്ങനെ മാഗി മിസ്റ്റർ ഗുപ്തയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. കാരണം അമ്മയെ കാണണം. അമ്മക്ക് ഇന്ത്യയെക്കുറിച്ച് കുറേ സംശയങ്ങളുണ്ട്. അതായത് തൻ്റെ മകൻ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയെപ്പറ്റി അറിയാൻ വേണ്ടി ഒരു ഇന്ത്യക്കാരനെ കാണണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മാഗിയുടെ അമ്മ. അപ്പോഴാണ് മാഗി റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് മിസ്റ്റർ ഗുപ്തയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോവാണ് അമ്മയെ കാണാൻ. മദർ വാസ് സെർച്ചിങ് ഫോർ എൻ ഇന്ത്യൻ ടു നോ അബൌട്ട് ഇന്ത്യ ആൻഡ് ഹെർ സൺ. നമ്മൾ പറഞ്ഞു മകൻ, അതായത് മിസ്സസ് ക്ലിഫോർഡിൻ്റെ മാഗിയുടെ അമ്മയുടെ മകൻ അല്ലെങ്കിൽ മാഗിയുടെ ബ്രദർ ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇന്ത്യക്കാരനെ അന്വേഷിച്ച് നടക്കുകയാണ് മകനെ പറ്റി അറിയാൻ വേണ്ടി. ആ സമയത്താണ് മിസ്റ്റർ ഗുപ്തയെ കണ്ടുമുട്ടുന്നത്. മാഗി ആൻഡ് ഹെർ മദർ ബിലീവ്ഡ് ദാറ്റ് ഇന്ത്യ വാസ് എ കൺട്രി ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. അങ്ങനെ മാഗിയും അമ്മയും വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ മുഴുവനും ടൈഗേഴ്സും പാമ്പുകളും പനിയും അസുഖങ്ങളൊക്കെയാണെന്നാണ് അമ്മയും അതേപോലെ തന്നെ മാഗിയും വിശ്വസിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയെപ്പറ്റി അവരുടെ അയൽക്കാരും മറ്റുള്ളവരൊക്കെ പറഞ്ഞു കൊടുത്ത വിവരങ്ങളാണ് ഇത്. ഹെർ ബ്രദർ ഫ്രാങ്ക് വാസ് എ സോൾജർ ഇൻ ഇന്ത്യ ആൻഡ് ദർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം. കാരണം ഇന്ത്യയെപ്പറ്റി അറിയാനുള്ള ആഗ്രഹം. തൻ്റെ മകൻ ഫ്രാങ്ക് ഇന്ത്യയിൽ ഒരു പട്ടാളക്കാരനായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവനെപ്പറ്റി ഒരു വിവരവും ഇല്ല. അപ്പോൾ എങ്ങനത്തെ രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് മാഗിയുടെ അമ്മയെ. അപ്പോൾ അതിൽ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിജസ്ഥിതി അറിയാനാണ് ഒരു ഇന്ത്യക്കാരനെ കാണണം എന്ന് മാഗിയുടെ അമ്മ വിചാരിക്കുന്നത്. മാഗി റിക്വസ്റ്റഡ് ഗുപ്ത ടു ലുക്ക് ഇൻ ടു ക്രിസ്റ്റൽ റിംഗ് ആൻഡ് സേ ഇഫ് ഹെർ ബ്രദർ ഫ്രാങ്ക് വാസ് അലൈവ്. അങ്ങനെ മാഗി മിസ്റ്റർ ഗുപ്ത വീട്ടിലെത്തിയപ്പോൾ മാഗി മിസ്റ്റർ ഗുപ്തയോട് റിക്വസ്റ്റ് ചെയ്യാണ് മോതിരത്തിലേക്ക് നോക്കിയിട്ട്, ഒരു ക്രിസ്റ്റൽ റിങ്ങിലേക്ക് നോക്കിയിട്ട്, ആ റിങ്ങിൽ നോക്കിയിട്ട് ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ആ റിങ്ങിലേക്ക് നോക്കാൻ പറയാണ്. അപ്പോൾ ഒരു ക്രിസ്റ്റൽ റിംഗ്, മാജിക്കൽ റിംഗ് മാഗിയുടെ കയ്യിലുണ്ടായിരുന്നു. അതിലേക്ക് നോക്കിയാൽ ദൂരെയുള്ള ആൾക്കാരെ കാണാൻ പറ്റും. ഫ്രാൻസിസ് ഹാഡ് സെൻഡ് ഹെർ ദ മാജിക് റിംഗ് ആൻഡ് സം ഫോട്ടോസ് ആസ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഫോർ ഹെർ. കാരണം ഫ്രാൻസിസ്, അതായത് ഫ്രാങ്ക് അവളുടെ ബ്രദർ, മാഗിയുടെ ബ്രദർ ഫ്രാൻസിസ് ഇന്ത്യയിൽ നിന്ന് ഒരു മാജിക്കൽ റിങ്ങും അതേപോലെ തന്നെ കുറച്ച് ഫോട്ടോസും അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാജിക് റിങ്ങിലേക്ക് നോക്കാനായിരുന്നു മാഗി മിസ്റ്റർ ഗുപ്തയോട് ആവശ്യപ്പെട്ടത്. അതൊരു മാജിക് റിങ്ങാണ്, ഒരു യോഗി ഇന്ത്യയിൽ നിന്നും കൊടുത്തതായിരുന്നു ഫ്രാങ്കിന്. ദേ ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് വാസ് എ മാജിക് റിംഗ് ആൻഡ് ക്യാൻ സീ ഡിസ്റ്റൻറ്റ് പേഴ്സൺ. ആ മാജിക് റിങ്ങിൻ്റെ പ്രത്യേകത, അതിലേക്ക് നോക്കിയാൽ ദൂരെയുള്ള വ്യക്തികളെ ധ്യാനിച്ചാൽ അവരെ ആ മോതിരത്തിൽ കാണാൻ പറ്റും എന്ന് ഫ്രാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു യോഗി പറഞ്ഞു കൊടുത്തതായിരുന്നു. അതവർ വിശ്വസിച്ചിട്ടുണ്ട്, മാഗിയും അവളുടെ അമ്മയും വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്തക്ക് ആ മോതിരം നീട്ടിക്കൊടുത്തിട്ട് അതിലേക്ക് നോക്കാൻ പറഞ്ഞത്. മിസ്റ്റർ ഗുപ്ത ലുക്ക്ഡ് ഇൻ ടു ദ റിംഗ് ആൻഡ് ടോൾഡ് എ ലൈ ദാറ്റ് ഫ്രാങ്ക് വാസ് അലൈവ്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം, ആദ്യം മിസ്റ്റർ ഗുപ്ത മാജിക്കൽ റിങ്ങിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. എല്ലാവർക്കും നിരാശ വന്നു. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം അമ്മക്ക് അസുഖമായി കിടന്ന സമയത്ത് മാഗി വിളിക്കാണ് റിങ്ങിലേക്ക് നോക്കിയിട്ട് ഫ്രാങ്കിനെ പറ്റി വിവരം അറിയാം. പക്ഷേ ഫ്രാങ്കിനെ പറ്റി ഒരു വിവരവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അമ്മയോട് കളവ് പറയണം, എന്നാൽ അമ്മക്ക് അസുഖം ഭേദമാവും എന്ന രീതിയിലായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും മാഗിയുടെ വീട്ടിലേക്ക് മിസ്റ്റർ ഗുപ്ത വരുന്നു. എന്നിട്ട് ആ റിങ് എടുത്തിട്ട് അതിലേക്ക് നോക്കുന്നു. എന്നിട്ട് അമ്മയോട് ഒരു കളവ് പറയാൻ, ടോൾഡ് എ ലൈ ദാറ്റ് ഫ്രാങ്ക് വാസ് അലൈവ്. ഫ്രാങ്ക് ജീവിച്ചിരിക്കുന്നുണ്ട്, അവനൊരു കുഴപ്പമില്ല എന്ന രീതിയിൽ കളവ് പറയുന്നു. ദ ലൈ ഹെൽപ്ഡ് ടു സേവ് ദ ലൈഫ് ഓഫ് മിസ്സസ് ക്ലിഫോർഡ്. അങ്ങനെ മിസ്സസ് ക്ലിഫോർഡിൻ്റെ അസുഖം ഭേദമാവാൻ ഈ കളവ് കാരണമാകുന്നു. അപ്പോൾ മിസ്റ്റർ ഗുപ്ത കളവ് പറയുന്നു. ആ കളവ് പറഞ്ഞതിലൂടെ മാഗിയുടെ അമ്മയുടെ അസുഖം മാറുന്നു. അത് വിശ്വസിച്ചിട്ട് മകന് സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിച്ചിട്ട് അവരുടെ അസുഖം മാറുകയും ചെയ്യുന്നു. ആക്ച്വലി ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ എ വാർ ഇൻ ദ ഫ്രണ്ടിയർ. ശരിക്കും ആ സമയത്ത് ഫ്രാങ്ക് ഒരു വാറിൽ, അതിർത്തിയിലെ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ഗുപ്ത കളവ് പറയുന്ന സമയത്ത് പോലും അവൻ ജീവിച്ചിരിപ്പില്ലായിരുന്നു, ഒരു യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതവർ അറിയുന്നില്ലായിരുന്നു. മിസ്റ്റർ ഗുപ്ത വാസ് ടോൾഡ്
മിസ്റ്റർ ഗുപ്ത വാസ് ഷോക്ക്ഡ് ടു ലേൺ ദാറ്റ് ഫ്രാങ്ക് ഹാഡ് ഡൈഡ് ഇൻ ദ വാർ. ഒരു യുദ്ധത്തിൽ ഫ്രാങ്ക് കൊല ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മിസ്റ്റർ ഗുപ്ത ആകെ ഷോക്കായി പോവുകയാണ്. പിന്നീടാണ് അറിയുന്നത് ആ സമയത്ത് കളവ് പറഞ്ഞ സമയത്തൊക്കെ ഫ്രാങ്ക് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീട് അറിയുകയും ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം ഭയങ്കര ഷോക്കായി പോകുന്നു. വൺ ഡേ ഓൺ ദ ഡേ ഓഫ് മിസ്റ്റർ ഗുപ്താസ് ഡിപ്പാച്ചർ മാഗി കെയിം ടു സേ ഗുഡ് ബൈ. അങ്ങനെ മിസ്റ്റർ ഗുപ്തക്ക് ലണ്ടനിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കാനുള്ള സമയമായി. ആ ദിവസം, പുറപ്പെടലിൻ്റെ ആ ദിവസം, മാഗി അദ്ദേഹത്തോട് ഗുഡ് ബൈ പറയാൻ വേണ്ടി അങ്ങോട്ട് വരുന്നു. ഷീ ഗേവ് എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് ടു പ്ലേസ് ഇറ്റ് ഓൺ ദ ഗ്രേവ് ഓഫ് ഹെർ ബ്രദർ. അങ്ങനെ അവളൊരു ഷില്ലിങ് മിസ്റ്റർ ഗുപ്തക്ക് നൽകുന്നു. കാരണം ആ ഷില്ലിങ് കൊണ്ട് പൂക്കൾ വാങ്ങണം, എന്നിട്ട് അത് തൻ്റെ ബ്രദറിൻ്റെ കുയ്മാടത്തിൽ വെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാഗി ആ ഷില്ലിങ് നൽകിയത്. മിസ്റ്റർ ഗുപ്ത റിസീവ്ഡ് ദ ഷില്ലിംഗ് ടു കംഫോർട്ട് ഹർ. അങ്ങനെ മിസ്റ്റർ ഗുപ്ത അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആ ഷില്ലിങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം അദ്ദേഹത്തിന് പറയാൻ തോന്നിയിരുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ധാരാളം പൂക്കൾ വളരുന്ന നാടാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും പൂക്കൾ വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം ഇല്ല എന്ന് പറയാനായിരുന്നു മിസ്റ്റർ ഗുപ്തയുടെ താല്പര്യം. പക്ഷേ ആ ഒരു ഷില്ലിങ് തൻ്റെ സഹോദരന് വേണ്ടി ചെലവഴിക്കുന്നതിലൂടെ അവൾക്ക് വലിയ സന്തോഷവും ആശ്വാസവും കിട്ടും. അത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആ ഷില്ലിങ് വാങ്ങുകയാണ് ചെയ്യുന്നത്. മിസ്റ്റർ ഗുപ്ത റിസീവ്ഡ് ദ ഷില്ലിംഗ് ടു കംഫോർട്ട് ഹർ. അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മിസ്റ്റർ ഗുപ്ത ആ ഷില്ലിംഗ് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഗേവ് ഹർ ജോയ് ബിയോണ്ട് ഓൾ ദ പ്രൈസ്. അങ്ങനെ എല്ലാ വിലകൾക്കും അതീതമായ ഒരു സന്തോഷമായിരിക്കും ആ ഒരു ഷില്ലിങ് അവൾക്ക് നൽകുക. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ആ ഷില്ലിങ് സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് ദ സ്റ്റോറി ഓഫ് എ മിറാക്കുലസ് ബോണ്ട് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് സിമെൻറ്റഡ് ഇൻ ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്. അങ്ങനെ നമ്മുടെ സ്റ്റോറി ഏകദേശം കഴിഞ്ഞു. അങ്ങനെ മിസ്റ്റർ ഗുപ്ത ഷില്ലിങ് വാങ്ങുന്നു. ഞാൻ അവിടെ പോയിട്ട്, നാട്ടിൽ പോയിട്ട്, പഞ്ചാബിലായിരിക്കും മിക്കവാറും, അവിടെ പോയിട്ട് ഞാൻ ബ്രദറിൻ്റെ ഗ്രേവ് വിസിറ്റ് ചെയ്തിട്ട് എനിക്ക് കത്തെഴുതാം എന്നും പറഞ്ഞുകൊണ്ട് അവർ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് പിരിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ സ്റ്റോറി, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന സ്റ്റോറി, മനുഷ്യബന്ധങ്ങളുടെ ഹോപ്പിലും വിശ്വാസത്തിലും സിമെൻറ്റഡ് ആയിരിക്കുന്ന, അതായത് ഉറപ്പിച്ചു നിർത്തുന്ന മനുഷ്യബന്ധങ്ങളുടെ, അത്ഭുതകരമായ മനുഷ്യബന്ധങ്ങളുടെ സ്റ്റോറിയാണ് ഈ കഥ നമ്മോട് പറയുന്നത്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥ നമ്മളോട് മനുഷ്യബന്ധങ്ങളെ പറ്റിയാണ് പറയുന്നത്. The story tells us how words and deeds influence people in our society. വാക്കുകളും പ്രവൃത്തികളും എങ്ങനെയാണ് മനുഷ്യന്മാരെ സ്വാധീനിക്കുന്നത്, നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്നതാണ് ഈ സ്റ്റോറി നമ്മളോട് പറഞ്ഞു തരുന്നത്. സൂപ്പർസ്റ്റിഷ്യൻ, അൺകണ്ടീഷണൽ ലവ് എക്സെട്ര ആർ ദ തീം ഓഫ് ദി സ്റ്റോറി. അപ്പോൾ സൂപ്പർസ്റ്റിഷ്യൻ, അന്ധവിശ്വാസങ്ങൾ, അൺകണ്ടീഷണൽ ലവ്, ഇതൊക്കെ ഈ സ്റ്റോറിയുടെ തീമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അന്ധവിശ്വാസം, അൺകണ്ടീഷണൽ ലവ്, അതേപോലെ തന്നെ ഹ്യൂമൻ ബോണ്ട്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, മനുഷ്യബന്ധങ്ങൾ, വേർഡ്സ് ആൻഡ് ഡീഡ്സ്, ഇതൊക്കെ ഈ സ്റ്റോറിയുടെ ഒരു തീമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദിസ് ഈസ് ദ സ്റ്റോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ കൂട്ടുകാരെ, ഈ സ്റ്റോറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റോറിയാണ്. മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് നിരന്തരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. മിസ്റ്റർ ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു ടെക്സ്റ്റിൽ നിന്നും പാസേജൊക്കെ തന്നിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ധാരാളം ചോദിക്കുന്നുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നന്നായിട്ട് ഈ ചാപ്റ്ററിൻ്റെ ഓരോ വരികളും പഠിക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ നന്നായിട്ട് പഠിക്കാം. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.